ഞാൻ ആശ വിനോദ്ജി. ആശാസ് കിച്ചൺ കോർണറിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ്. ഒരു പുതിയ റെസിപ്പി, പുതിയെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു ചിക്കൻ്റെ ഒരു തോരൻ ഉണ്ടാക്കാൻ നമുക്ക്. അതിനു മുമ്പ് ഞാൻ പറയാൻ പോകുന്നത്, എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ബെല്ലൈക്കൻ കൂടി എനേബിൾ ആക്കി വിട്ടേക്കണം. പിന്നെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടന്നാലോ. ഞാനൊരു പാത്രം വെച്ച് അതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആവശ്യമുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു അതിലൊക്കെ കടുകിട്ട് കൊടുക്കുകയാണ്. കടുക് പൊട്ടി തീരുമ്പോൾ നമുക്ക് ഒരു സവോള അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളകും, പിന്നെ ഒരു 1-2 വെളുത്തുള്ളി അല്ലിയും ഇവിടെ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. കടുക് കൂട്ടുന്നേ ഉള്ളൂ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ട്, അതും ചേർക്കാൻ കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഈശ്വര കൂട്ടി വെച്ചിട്ടുണ്ട്, നന്നായിട്ട് വാടിക്കോട്ടെ. നമ്മൾ സാധാരണ തോരന് വഴറ്റിയിട്ടൊന്നും അല്ല വെച്ചത്, ഒന്ന് എണ്ണക്കകത്തൊന്ന് വഴറ്റുന്നേ ഉള്ളൂ. അതിലേക്ക് ഞാൻ തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ചിക്കൻ എടുത്ത് ചിക്കനിന് പകുതി തേങ്ങ, അത് ഞാൻ ചിക്കൻ പൊടിച്ചെടുത്തിട്ടുണ്ട്, കാണിക്കാം. അതിൻ്റെ പകുതി തേങ്ങ ചേർത്ത് കൊടുക്കുക. നന്നായിട്ടാണ് ആ എണ്ണയ്ക്കൊന്ന് ഒന്നുകൂടെ ഒന്ന് യോജിപ്പിച്ചിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇതിനകത്ത് മുളക് പൊടി ചേർക്കുന്നില്ല, അതിന് പകരമാണ് കുരുമുളക് പൊടിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇച്ചിരി തീ കുറച്ച് വെച്ചിട്ട് ഈ തേങ്ങയെ വേവാനായിട്ട് നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം. ഓൾറെഡി ചിക്കൻ വെന്തതാണ്, അപ്പം നമുക്ക് തേങ്ങ വെന്ത് കിട്ടണം. അത് അടച്ചു വെക്കാം. നമുക്ക് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ചിക്കൻ ഇങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കുക്കറിൽ 2 വിസിൽ കൊടുത്ത് അടിച്ച് വേവിച്ച ചിക്കനാണ്. അത് എന്നിട്ട് ഞാൻ തോർത്തിയെടുത്ത് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് പൊടിച്ചെടുത്തു. അതാണിത്. അത് ഓൾറെഡി വെന്തതായിട്ട് നമുക്ക് തേങ്ങ വേകുന്ന ആ ഒരു സമയമേ നമുക്ക് എടുക്കത്തുള്ളൂ. അപ്പൊ നമുക്കിത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമുക്ക് വളരെ എളുപ്പം തയ്യാറാക്കി എടുക്കാവുന്ന ഒരു തോരനാണിത്. പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾ വെജിറ്റബിൾ കഴിക്കത്തില്ലാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ ഇതിനകത്ത് ക്യാരറ്റും ബീൻസും ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വെജിറ്റബിളൊക്കെ കഴിക്കുന്നതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ചിക്കനിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ തേങ്ങയിലേക്ക് യോജിപ്പിച്ച് കൊടുക്കണം. നേരത്തെയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, 1-2 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ കറിയായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് ചപ്പാത്തിക്കോ ചോറിനോ എന്തിനും കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഇങ്ങനെ മെനക്കെടാറില്ലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്കൊരാഗ്രഹം, നിങ്ങൾക്കും കൂടി ഈ റെസിപ്പി എല്ലാം പറഞ്ഞു തരണം. സവോള അല്ല ഉള്ളി കൂടുതൽ വേണ്ടിയവർക്ക് അത് ചേർക്കാം കേട്ടോ. ഒരു സവോള ഞാനിവിടെ എടുത്തിട്ടുള്ളൂ. ചപ്പാത്തിയുടെ കൂടോ ചോറിൻ്റെ കൂടോ ഒക്കെ നമുക്ക് ഇത് കഴിക്കാൻ പറ്റും. പിന്നെ ഇതിലിച്ചിരി മയണൈസും കൂടെ ചേർത്താൽ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് അത് സാൻഡ്വിച്ചായിട്ടും കൊടുത്തു വിടാം. സ്കൂളിലൊക്കെ ആണെങ്കിൽ സാൻഡ്വിച്ചാക്കി കൊടുത്തു വിടാം. പച്ചമുളക് കുറച്ചിട്ടാൽ മതി അങ്ങനെയുള്ളത്. ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. തോരൻ റെഡി ആയിട്ടുണ്ട് ഇവിടെ. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ പരിഞ്ഞിരി തോരനില്ലേ,
അതിൻ്റെ ഒരു ടേസ്റ്റാണ് വരുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെജിറ്റബിൾ ഇഷ്ടമില്ലാത്തവർക്ക് കുഞ്ഞുങ്ങൾക്ക് വെജിറ്റബിൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ അവർ സുഖമായിട്ട് വെജിറ്റബിളും കഴിച്ചോളും. അപ്പോൾ ഇത് ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കാണിക്കാം. ചിക്കൻ തോരൻ ഞാൻ ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ തോരൻ. ഞാൻ ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ തോരനും കൂടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നല്ല സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂട്ടത്തിൽ ഈ ചിക്കനൊക്കെ ഇങ്ങനെ ചിക്കൻ തോരനൊക്കെ എടുത്തിട്ട് കഴിക്കാൻ നല്ല സൂപ്പറാണ്. അപ്പോൾ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇതിൻ്റെ കമൻറ്റ് പറയണം. ഇനി പുതിയൊരു റെസിപ്പിയുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നവരെ എല്ലാവർക്കും ബായ്.